ഇന്ത്യയിലെ ഓരോ വീട്ടിലും, ഓരോ ഫസ്റ്റ് എയ്ഡ് ബോക്സിലും, സ്കൂളുകളിലും, ആശുപത്രികളിലും, ക്ലിനിക്കുകളിലുമെല്ലാം ഒരു കുപ്പി ഡെറ്റോൾ എപ്പോഴും ഉണ്ടാകും. ഡെറ്റോൾ എന്നത് ഒരു ആന്റിസെപ്റ്റിക് ലിക്വിഡ് എന്നതിലുപരി ഒരു ശീലമായി എങ്ങനെ മാറിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ലോകമഹായുദ്ധത്തിൽ സൈനികരുടെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടാളിയായി മാറിയ ഈ ചെറിയ കുപ്പിയുടെ പിന്നിൽ ഒരു അത്ഭുതകരമായ കഥയുണ്ട്. അതിലും രസകരമായ കാര്യം, ഈ കമ്പനി സ്ഥാപിച്ചത് ഒരു സാധാരണക്കാരനാണ്. 1840 ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഐസക് റെക്കിറ്റ് എന്നൊരാൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരു ധാന്യം പൊടിക്കുന്ന മിൽ ആരംഭിച്ചു. കഠിനമായി പരിശ്രമിച്ചിട്ടും മില്ലിൽ നിന്ന് കാര്യമായ ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാലം മുന്നോട്ടു പോകുമ്പോൾ സാമ്പത്തികമായി അദ്ദേഹം കൂടുതൽ ബുദ്ധിമുട്ടിലായി. എങ്കിലും ഐസക് തളർന്നില്ല. അദ്ദേഹം തന്റെ പരിശ്രമം തുടർന്നു. അക്കാലത്ത് മിക്ക ആളുകൾക്കിടയിലും ശുചിത്വത്തെക്കുറിച്ചും വൃത്തിയായി ഇരിക്കുന്നതിനെക്കുറിച്ചുമുള്ള അവബോധം തീരെ കുറവായിരുന്നു എന്ന് ഐസക് മനസ്സിലാക്കി. ശുചിത്വം കൂടുതൽ എളുപ്പമാക്കാനും അതിന്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കിക്കാനും വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഈ കാഴ്ചപ്പാടോടെയാണ് അദ്ദേഹം റെക്കിറ്റ് ആൻഡ് സൺസ് എന്ന കമ്പനി സ്ഥാപിക്കുന്നത്. വീടുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റാർച്ച്, നീലം, പലതരം ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവ അവർ നിർമ്മിക്കാൻ തുടങ്ങി. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ മികച്ചതായതുകൊണ്ട് തന്നെ അവ പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത നേടി. 1880 ഇംഗ്ലണ്ടിലെ ഓരോ വീട്ടിലും റെക്കിറ്റിന്റെ പേര് സുപരിചിതമായി. ആളുകൾ ഈ ഉൽപ്പന്നങ്ങളെ കേവലം വൃത്തിയാക്കാനുള്ള സാധനങ്ങളായിട്ടല്ല, മറിച്ച് സ്വന്തം വീടിന്റെ ആരോഗ്യത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ തുടങ്ങി. എല്ലാം നന്നായി പോകുന്ന സമയത്താണ്, അതായത് 1929 ഡോക്ടർ വില്യം റെയ്നോൾഡ്സ് റെക്കിറ്റ് കമ്പനിയിൽ ചേരുന്നത്. ഈ സമയത്ത് വൈദ്യശാസ്ത്ര ലോകത്തിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ദഹന പ്രശ്നങ്ങളോ ആന്തരികമായ ബലഹീനതകളോ പോലുള്ള ശരീരത്തിന്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് രോഗങ്ങൾക്ക് കാരണമെന്നാണ് പൊതുവെ ഡോക്ടർമാർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രോഗം വന്ന ശേഷം അതിനെ ചികിത്സിക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. എന്നാൽ ഡോക്ടർ റെയ്നോൾഡ്സിന്റെ കാഴ്ചപ്പാട് ഇതിൽ നിന്നും തീർത്തും വിഭിന്നമായിരുന്നു. രോഗങ്ങൾ പുറമേയുള്ള അണുബാധകൾ വഴിയും വരാമെന്ന് അദ്ദേഹം വാദിച്ചു. അക്കാലത്ത് പെർപ്പറൽ സെപ്സിസ് എന്നൊരു അണുബാധ പ്രസവശേഷം സ്ത്രീകൾക്കിടയിൽ വളരെ സാധാരണമായിരുന്നു. 1930കളിൽ ഈ അണുബാധ കാരണം ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ഫിനൈൽ, മെർക്കുറി ക്ലോറൈഡ്, ഫോർമാലിൻ തുടങ്ങിയ പലതരം അണുനാശിനികൾ വിപണിയിൽ ലഭ്യമായിരുന്നെങ്കിലും അവയ്ക്ക് നിരവധി ദോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇവയുടെ അസഹനീയമായ ഗന്ധം കാരണം രോഗികൾക്ക് തലകറക്കം ഉണ്ടാകുമായിരുന്നു. ഇവ ചർമ്മത്തിൽ ചൊറിച്ചിലും ചില സന്ദർഭങ്ങളിൽ പൊള്ളലുകളും ഉണ്ടാക്കി. ഏറ്റവും വലിയ പ്രശ്നം, ഈ രാസവസ്തുക്കൾ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്ക് പോലും സുരക്ഷിതമായിരുന്നില്ല. ചിലതിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളും കണ്ടെത്തിയിരുന്നു. ശക്തമായതും എന്നാൽ സുരക്ഷിതവുമായ ഒരു അണുനാശിനി കണ്ടെത്തുക എന്നതായിരുന്നു ഡോക്ടർ റെയ്നോൾഡ്സിന്റെ ദൗത്യം. അതായത് അത് ബാക്ടീരിയകളെ കൊല്ലണം, ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കരുത്, ആശുപത്രികളിൽ ദിവസവും ഉപയോഗിക്കാൻ കഴിയണം, എല്ലാറ്റിനുമുപരി പ്രസവശേഷമുള്ള അണുബാധകൾ തടയാൻ സഹായിക്കണം. റെയ്നോൾഡ്സ് തന്റെ ഗവേഷണം വളരെ അടിസ്ഥാനപരമായ രീതിയിൽ തുടങ്ങി. ഓരോ രാസവസ്തുവിനെയും പലതരം രീതികളിൽ പരീക്ഷിച്ചു. ഫോർമുലകൾ പലതവണ മാറ്റിമറിച്ചു. മാസങ്ങളുടെ കഠിനാധ്വാനത്തിനും നൂറുകണക്കിന് പരീക്ഷണങ്ങൾക്കും ശേഷം അദ്ദേഹം ഒടുവിൽ ആ ആന്റിസെപ്റ്റിക് ലായനി കണ്ടെത്തി. ഈ ശക്തമായ ഫോർമുലയ്ക്കാണ് റെക്കിറ്റ് കമ്പനി ഡെറ്റോൾ എന്ന് പേരിട്ടത്. ഉൽപ്പന്നം തയ്യാറായെങ്കിലും അത് റിയൽ വേൾഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ റെയ്നോൾഡ്സും റെക്കിറ്റ് ടീമും തീരുമാനിച്ചു. പെർപ്പറൽ സെപ്സിസ് ഏറ്റവും സാധാരണമായ പ്രസവ വാർഡുകൾ തന്നെ അവർ തിരഞ്ഞെടുത്തു. 1933 ലണ്ടനിലെ ക്വീൻ ഷാർലറ്റ് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ഡെറ്റോളിന്റെ ആദ്യ പരീക്ഷണം ആരംഭിച്ചു. പ്രസവത്തിന് മുൻപും ശേഷവും കൈ കഴുകുന്നതിനും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിനും വാർഡുകൾ വൃത്തിയാക്കുന്നതിനും ഡെറ്റോൾ ഉപയോഗിക്കണമെന്ന് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഇതിന്റെ ഫലം ഒരു വൈദ്യശാസ്ത്രപരമായ അത്ഭുതമായിരുന്നു. വെറും 2 വർഷത്തിനുള്ളിൽ പെർപ്പറൽ സെപ്സിസ് കേസുകൾ 50% കുറഞ്ഞു. ഡെറ്റോൾ ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് ഡോക്ടർമാർ തുറന്നു സമ്മതിച്ചു. തുടക്കത്തിൽ ഡെറ്റോൾ ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ ഫാർമസികളിൽ നിന്ന് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇത് സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതോടെ റെക്കിറ്റ് കമ്പനി ഡെറ്റോളിനെ സാധാരണക്കാർക്കും ലഭ്യമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഡെറ്റോൾ സൂപ്പർ മാർക്കറ്റുകളിലും പൊതുകടകളിലും വിൽക്കാൻ തുടങ്ങി. 1930നും 1940നും ഇടയിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഡെറ്റോൾ വ്യാപിച്ചു. 1936 ഡെറ്റോൾ ഇന്ത്യയിലും എത്തിയെങ്കിലും ഇവിടുത്തെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. കാരണം അക്കാലത്ത് ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം ഇന്ത്യയിൽ ഏതാണ്ട് പൂജ്യമായിരുന്നു. മുറിവുകൾക്ക് ആളുകൾ മഞ്ഞൾ, വേപ്പില അല്ലെങ്കിൽ മറ്റു വീട്ടുവൈദ്യങ്ങൾ എന്നിവയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഡെറ്റോളിനെ ബ്രിട്ടീഷുകാരുടെ മരുന്ന് എന്നും വെള്ളം പോലെയിരിക്കുന്ന ഈ ലായനി എന്ത് ചെയ്യാനാണ് എന്നും ആളുകൾ സംശയിച്ചു. മിക്ക ഗ്രാമങ്ങളിലും ഡോക്ടർമാരോ നല്ല ആശുപത്രികളോ ഇല്ലായിരുന്നു.
നിലവിലുള്ള ഡോക്ടർമാർ പുതിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ മടിച്ചു. ഡെറ്റോൾ ഒരു ഇറക്കുമതി ഉൽപ്പന്നമായിരുന്നത് തന്നെ വിലയും കൂടുതലായിരുന്നു. കൂടാതെ പ്രസവ ശുശ്രൂഷകൾ നടത്തിയിരുന്ന പ്രാദേശിക ദായിമാർ, മിഡ് വൈഫുകൾ ഡെറ്റോളിന്റെ ആവശ്യകത അംഗീകരിച്ചില്ല. എങ്കിലും റെക്കിറ്റ് കമ്പനി പിന്മാറിയില്ല. അവർ എഡ്യൂക്കേഷണൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും സൗജന്യമായി സാമ്പിളുകൾ നൽകി. ഈ ഉൽപ്പന്നത്തിന്റെ ഫലം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ മെഡിക്കൽ പ്രൊഫഷണലുകളെ പ്രോത്സാഹിപ്പിച്ചു. ഈ തന്ത്രം പതിയെ ഫലം കണ്ടു തുടങ്ങി. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. യുദ്ധക്കളത്തിൽ സൈനികർ വെടിയേറ്റല്ല മരിച്ചത്, മറിച്ച് അണുബാധകൾ മൂലമായിരുന്നു. ഈ ഘട്ടത്തിൽ ഡെറ്റോൾ ഒരു മുൻനിര പോരാളിയായി മാറി. ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ വില കൂടിയ മരുന്ന് എന്ന് വിളിക്കപ്പെട്ട ഈ ലായനി ജീവൻ രക്ഷിക്കാനുള്ള ആയുധമായി മാറി. യുദ്ധസമയത്ത് ഡെറ്റോളിന്റെ പ്രകടനം വളരെ ശക്തമായതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ ഔദ്യോഗികമായി അവശ്യ സപ്ലൈ ആയി പ്രഖ്യാപിച്ചു. ഓരോ സൈനികന്റെയും മെഡിക്കൽ കിറ്റിലും എല്ലാ യുദ്ധ ആശുപത്രികളിലും ഡെറ്റോൾ ഒരു നിർബന്ധിത ഘടകമായി മാറി. യുദ്ധം ശക്തമായപ്പോൾ ഡെറ്റോളിന്റെ ആവശ്യകതയും വർദ്ധിച്ചു. എന്നാൽ ബോംബ് ആക്രമണങ്ങൾ കാരണം റെക്കിറ്റ് കമ്പനിയുടെ ഫാക്ടറിക്ക് എപ്പോൾ വേണമെങ്കിലും കേടുപാടുകൾ സംഭവിക്കാം എന്നൊരു വലിയ ഭീഷണി ഉണ്ടായി. ഇത് ഉൽപാദനം നിർത്താൻ കാരണമാകുമായിരുന്നു. അതിനാൽ കമ്പനി തങ്ങളുടെ മുഴുവൻ നിർമ്മാണ യൂണിറ്റും സുരക്ഷിതമായ ഒരു മേഖലയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഒരു തടസ്സവുമില്ലാതെ ഡെറ്റോളിന്റെ ഉൽപാദനം തുടരാൻ ഈ ധീരമായ തീരുമാനം സഹായിച്ചു. യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഡെറ്റോൾ യൂറോപ്പിലെ ഒരു സാധാരണ പേരായി മാറിയിരുന്നു. ഇന്ത്യയിലും ആളുകളുടെ കാഴ്ചപ്പാട് മാറിത്തുടങ്ങി. ഇന്ത്യയിൽ കേവലം ഉൽപ്പന്നം വിറ്റാൽ പോരാ, ജനങ്ങളുടെ വിശ്വാസം നേടണമെന്ന് റെക്കിറ്റ് കമ്പനി മനസ്സിലാക്കി. പ്രാദേശികമായ സമീപനമാണ് അവർ ഉപയോഗിച്ചത്. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും സൗജന്യമായി സാമ്പിളുകൾ നൽകിയതിലൂടെ അവരുടെ ശുപാർശ ഡെറ്റോളിനെ വീടുകളിൽ എത്തിച്ചു. അങ്ങനെ വേപ്പിലയും മഞ്ഞളും ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഡെറ്റോൾ പുരട്ടു, അണുബാധ ഒഴിവാക്കൂ എന്ന ചിന്താഗതി വന്നു. ഇന്ത്യയിൽ ഡെറ്റോളിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്ന് 1945 റെക്കിറ്റ് കമ്പനി ഇന്ത്യയിൽ ഡെറ്റോളിന്റെ ആദ്യ ഫാക്ടറി തുറന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഡെറ്റോൾ മിക്ക ഇന്ത്യൻ വീടുകളുടെയും അവിഭാജ്യ ഘടകമായി മാറി. 1980 ഏകദേശം 6.5 കോടിയിലധികം ഇന്ത്യക്കാർ ഒരു തവണയെങ്കിലും ഡെറ്റോൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 1999 ഡിസംബറിൽ ഡെറ്റോളിന്റെ കഥയിൽ ഒരു പ്രധാന വഴിത്തിരിവുണ്ടായി. റെക്കിറ്റ് കമ്പനി ബെങ്കിസർ എൻവി എന്ന ജർമ്മൻ കമ്പനിയുമായി ലയിച്ചു. കമ്പനിയുടെ പേര് റെക്കിറ്റ് ബെങ്കിസർ എന്നായി മാറി. 1823 ജോഹാൻ ബെങ്കിസർ ആരംഭിച്ച കമ്പനിയായിരുന്നു അത്. അവർ വെള്ളം ശുദ്ധീകരിക്കുന്ന ഉൽപ്പന്നങ്ങളും ക്ലീനിംഗ് ഏജന്റുകളുമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇവർ ലയിക്കേണ്ടതിന്റെ കാരണം ഇതായിരുന്നു. 1990കളുടെ അവസാനത്തോടെ റെക്കിറ്റിന്റെ വളർച്ച മന്ദഗതിയിലായി. പുതുമകൾ കുറഞ്ഞു. യൂണിലിവർ, പ്രോക്ടർ ആൻഡ് ഗാംബിൾ പോലുള്ള വലിയ കമ്പനികളിൽ നിന്നുള്ള മത്സരം വർദ്ധിച്ചു. അതേസമയം ബെങ്കിസർ ശാസ്ത്രീയമായി മുന്നിട്ട് നിൽക്കുന്ന വാനിഷ്, വീറ്റ്, ഡ്യൂറക്സ് പോലുള്ള അതിവേഗം വളരുന്ന ഉൽപ്പന്നങ്ങളുള്ള ഒരു കമ്പനിയായിരുന്നു. എന്നാൽ ബെങ്കിസറിന് റെക്കിറ്റിന്റെ അത്രയും വലിയ വിതരണ ശൃംഖല ഇല്ലായിരുന്നു. ശക്തമായ ഉൽപ്പന്നങ്ങളും വിശ്വസ്തതയും വിതരണ ശൃംഖലയുമുള്ള 2 കമ്പനികൾ ഒന്നിച്ചപ്പോൾ ഇന്നൊവേഷനുകൾ വർദ്ധിച്ചു. വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാവുകയും മാർക്കറ്റിംഗ് കൂടുതൽ ശക്തമാവുകയും ചെയ്തു. ഡെറ്റോൾ വെറുമൊരു ദ്രാവകത്തിൽ നിന്ന് ദൈനംദിന ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. 1990കളിൽ ഇന്ത്യയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചപ്പോൾ റെക്കിറ്റ് ബെങ്കിസർ ഡെറ്റോളിനെ മുറിവുകൾക്ക് മാത്രമല്ല ഒരു ആരോഗ്യ സംരക്ഷണ ഉപാധിയായി പ്രോത്സാഹിപ്പിച്ചു. ഡെറ്റോൾ സോപ്പ്, ഹാൻഡ് വാഷ്, സർഫസ് ക്ലീനർ, ഹാൻഡ് സാനിറ്റൈസർ എന്നിങ്ങനെ ഉൽപ്പന്നങ്ങളുടെ ഒരു മുഴുവൻ നിര തന്നെ പുറത്തിറക്കി. എന്നാൽ 2020 COVID-19 മഹാമാരി വന്നതോടെ ഡെറ്റോളിന്റെ ഡിമാൻഡ് കുതിച്ചുയർന്നു. വ്യക്തിപരമായ ശുചിത്വം ഒരു പ്രധാന മുൻഗണനയായി മാറി. വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ ശരിയായ ശുചിത്വം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നിരവധി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ കമ്പനി ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അവയുടെ ശാസ്ത്രീയ അടിത്തറ ആളുകളെ മനസ്സിലാക്കിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഡെറ്റോൾ സല്യൂട്ട്സ് എന്നൊരു ഇമോഷണൽ ക്യാമ്പയിനും ആരംഭിച്ചു. ഡെലിവറി ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, നഴ്സുമാർ തുടങ്ങിയ സാധാരണക്കാരായ ഹീറോകളെ ആദരിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അവർക്ക് സൗജന്യ ഹാൻഡ് സാനിറ്റൈസറുകളും ക്ലീനിംഗ് കിറ്റുകളും വിതരണം ചെയ്തു. ഇതിന്റെ ഫലമായി 2020 ആദ്യ പകുതിയിൽ ഡെറ്റോളിന്റെ വിൽപ്പനയിൽ 62% വർധനവുണ്ടായി. ലൈഫ് ബോയിയെ പിന്നിലാക്കി ഡെറ്റോൾ ഇന്ത്യയിലെ 1-ാം നമ്പർ സോപ്പ് ബ്രാൻഡായി മാറി. എന്നാൽ വിജയങ്ങൾക്കൊപ്പം വെല്ലുവിളികളും ഉണ്ടാകും. റെക്കോർഡ് വിൽപ്പന നടക്കുന്ന സമയത്താണ് ഡെറ്റോളിന്റെ ഏറ്റവും വലിയ എതിരാളിയായ ലൈഫ് ബോയിയുമായി ഒരു നിയമ പോരാട്ടം ആരംഭിച്ചത്. ഡെറ്റോൾ ഹാൻഡ് വാഷിന്റെ ഒരു TV പരസ്യത്തിൽ ലൈഫ് ബോയിയുമായി സാമ്യമുള്ള ഒരു സോപ്പ് ബാർ ഹാൻഡ് വാഷിനേക്കാൾ ബാക്ടീരിയയെ കൊല്ലാൻ ഫലപ്രദമല്ല എന്ന് കാണിച്ചു. ഇത് തങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് വാദിച്ച് ലൈഫ് ബോയ് റെക്കിറ്റിനെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് കേസ് കൊടുത്തു. മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി. എങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇരു പാർട്ടികളും പരസ്പരം ധാരണയിലെത്തി പ്രശ്നം പരിഹരിച്ചു. ഇത്രയും വലിയ നിയമ പോരാട്ടം ഉണ്ടായിട്ടും ഡെറ്റോളിന്റെ ബ്രാൻഡ് ഇമേജിനെ ഇത് കാര്യമായി ബാധിച്ചില്ല. കാരണം ഈ കേസിന്റെ 1 വർഷത്തിന് ശേഷം 2021 ഡെറ്റോളിന്റെ മൊത്ത വരുമാനം കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് 40%-ലധികമായിരുന്നു.
ഇന്ന് ആന്റിസെപ്റ്റിക് ലിക്വിഡ് വിഭാഗത്തിൽ ഡെറ്റോളിന് ഏകദേശം 85% വിപണി വിഹിതമുണ്ട്. ലിക്വിഡ് ഹാൻഡ് വാഷ് വിഭാഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ് ഡെറ്റോൾ. ഏകദേശം 60% വിപണി വിഹിതമാണ് ഈ വിഭാഗത്തിൽ ഡെറ്റോളിനുള്ളത്. കൂടാതെ ഇന്ത്യ, UAE, സൗദി അറേബ്യ, മലേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ 1-ാം നമ്പർ സോപ്പ് ബ്രാൻഡാണ് ഡെറ്റോൾ. ഡെറ്റോളിന്റെ ഈ ആഗോള സാന്നിധ്യത്തിനു പിന്നിൽ റെക്കിറ്റ് ബെങ്കിസറിന്റെ മികച്ച തന്ത്രങ്ങളുണ്ട്. ഡെറ്റോൾ എന്ന പേര് എല്ലായ്പ്പോഴും സുരക്ഷ, ശുചിത്വം, വിശ്വാസം എന്നിവയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നു. ഡെറ്റോൾ കാ ദൂല എന്ന ടാഗ് ലൈൻ ഒരു വാചകത്തിനപ്പുറം ഒരു ശീലമായി മാറി. പരസ്യങ്ങളിൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള വൈകാരിക ബന്ധം കാണിക്കുന്നതിലൂടെ ശുചിത്വത്തെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ പോലുള്ള പദ്ധതികളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. പോസ്റ്ററുകൾ, വർക്ക്ഷോപ്പുകൾ, മൊബൈൽ വാനുകൾ, ആരോഗ്യ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഡെറ്റോൾ ഗ്രാമങ്ങൾ തോറും ശുചിത്വത്തിന്റെ സന്ദേശവാഹകനായി മാറി. ഇത് ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ബ്രാൻഡ് എന്ന പദവി ഡെറ്റോളിന് നേടിക്കൊടുക്കുകയും ചെയ്തു. ഒരു ഉൽപ്പന്നം എന്നതിലുപരി ഒരു വികാരവും ശീലവും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന ശക്തിയുമായി മാറുമ്പോൾ അത് വിപണിയെ മാത്രമല്ല ജനങ്ങളുടെ മനസ്സുകളെയാണ് ഭരിക്കുന്നത് എന്ന് ഡെറ്റോൾ നമുക്ക് കാണിച്ചു തരുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.